ഈ വലിയ ബാങ്ക് കൊള്ളയൊക്കെ നടന്നപ്പോൾ ഒന്ന് സൈഡായി പോയ വാർത്തയായിരുന്നു ഈ പാതിവില തട്ടിപ്പെന്ന് പറയുന്നത്. പക്ഷേ അത് അങ്ങനെ വിടാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷ ഇന്ന് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ഒരാഴ്ചത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാണ് ആവശ്യം. ഏതായാലും വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഉമേഷ്, ക്രൈംബ്രാഞ്ച് അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങണം, ചോദ്യം ചെയ്യണം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവരുടെ മുൻപിലുണ്ട് ഈ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം. അപ്പോൾ ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുന്നു. ഒരാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത്? മനു, ഈ പാതിവില തട്ടിപ്പ് കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിന് ശേഷം അനന്തകൃഷ്ണനെ, ഇതിലെ പ്രധാന പ്രതിയായ അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ഇതുവരെ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. അയാൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്. അതുകൊണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി. അതിനുവേണ്ടി ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം. ഈ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് മൂവാറ്റുപുഴ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. പ്രൊഡക്ഷൻ വാറണ്ടും ഇതിനകം കോടതി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ന് അനന്തകൃഷ്ണനെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. അനന്തകൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ തന്നെ, പ്രതിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ കസ്റ്റഡി അപേക്ഷയിൽ വാദം കേട്ട ശേഷമായിരിക്കും കോടതി തീരുമാനമെടുക്കുക. ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യം ഇയാളെ 7 ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ വിട്ട് കിട്ടണം എന്നുള്ളതായിരുന്നു. കാരണം ഒട്ടേറെ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. നേരത്തെ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഒട്ടേറെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റേതായ രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയണം. അതുകൊണ്ടാണ് 7 ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെടുന്നത്. ഒപ്പം ഈ കസ്റ്റഡി കാലയളവിൽ വിശദമായി ചോദ്യം ചെയ്യുന്നതോടൊപ്പം തെളിവെടുപ്പും ക്രൈംബ്രാഞ്ചിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ആദ്യഘട്ടമായി ഈ ക്രൈംബ്രാഞ്ച് കേസേറ്റെടുത്ത ആദ്യഘട്ടമായി മൂവാറ്റുപുഴ കോതമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത പരാതികളാണ്. ആ പരാതികളിലെടുത്ത കേസിന്മേലാണ് ക്രൈംബ്രാഞ്ച് പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ ഈ അനന്തകൃഷ്ണൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോലീസ് വിശദമായ പരിശോധന നടത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടുകളുടേതടക്കം രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. നേരത്തെ പോലീസും അത് പിടിച്ചെടുത്തതാണ്, അത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. 400 കോടിയിലധികം രൂപയുടെ വലിയ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ ഉന്നത ബന്ധമുണ്ട് എന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയതാണ്. അപ്പോൾ ഓരോ ഘട്ടമായി തന്നെയായിരിക്കും ക്രൈംബ്രാഞ്ച് ഇനി നടപടിയിലേക്ക് കടക്കുക. ഇപ്പോൾ ആദ്യഘട്ടമായി ഈ അനന്തകൃഷ്ണൻ്റെ ഓഫീസുകളൊക്കെ റെയ്ഡ് ചെയ്തു, രേഖകൾ പിടിച്ചെടുത്തു. ഇനി അനന്തകൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്യും. പ്രധാനപ്പെട്ട വിവരങ്ങൾ അനന്തകൃഷ്ണനിൽ നിന്ന് ശേഖരിക്കും. ഇയാൾ പറയുന്ന ഇയാൾ അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന് ഇയാൾ ആർക്കെങ്കിലും അത്തരത്തിൽ ബന്ധമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവരെ കൂടി കണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും ഇനി ക്രൈംബ്രാഞ്ച് കടക്കുക. ശക്തമായ അന്വേഷണം തന്നെയായിരിക്കും ക്രൈംബ്രാഞ്ച് നടത്തുക. അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ മൂവാറ്റുപുഴ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ശരി ഉമേഷ്, ഏതായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എത്ര ദിവസത്തെ കസ്റ്റഡിയിലായിരിക്കും വിടുക എന്നൊക്കെ നമുക്ക് ഇനി കാണേണ്ടതുണ്ട്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.